എന്നെ ആരും വിശ്വസിച്ചില്ല, പക്ഷെ ഞാൻ നിന്നില്ല. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എപ്പോഴും നമ്മളാണ് വിശ്വസിക്കുന്നത് ബന്ധമില്ല, പക്ഷേ നമ്മളെപ്പോഴും നമ്മൾ വിശ്വാസം ഉണ്ടാവണം എന്നുള്ളതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇതൊരു സ്റ്റോറിയാണ്. ഇപ്പോൾ സ്റ്റോറി നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഒട്ടും സമയങ്ങളാലെ സ്റ്റോറിയിലേക്ക് കടക്കാം. ഓക്കെ, മഴ പെയ്യുന്ന വൈകുന്നേരം ഒരു ചെറിയ വീടിൻ്റെ മെൽക്കൂരിൽ നിന്ന് വെള്ളം ചോർന്നൊലിക്കുന്നു. അവിടെ ഒരു പയ്യനിരുന്ന് പഴയ മൊബൈൽ വീഡിയോ എഡിറ്റ്. അവൻ്റെ സ്വപ്നം എന്തായിരുന്നു? ഒരു ദിവസം ആളുകൾ എന്നെ അറിയണം എന്നുള്ള സ്വപ്നമായിരുന്നു. പക്ഷേ ചുറ്റുമുള്ളവൻ അവനെ നോക്കി പരിഹസിച്ചു. ഇതൊക്കെ ചെയ്ത് ജീവിതം സെറ്റാക്കുമോ? ജോലി നോക്ക്, ഫോൺ നോക്കിയിരുന്നാൽ ഫ്യൂച്ചറില്ല. ഓരോ വാക്കും, ഈ പറഞ്ഞ ഓരോ വാക്കും അവൻ്റെ മനസ്സിൽ മുറിവായി. പക്ഷേ അവനൊരു കാര്യം മനസ്സിലാക്കി. ആളുകൾ തുടക്കം കണ്ടുകൊണ്ടാണ് വിധി പറയുന്നത്, പക്ഷേ ദൈവം എഴുതുന്നത് അത് എൻ്റെ അവസാനമാണ് എന്ന് അവൻ മനസ്സിലാക്കി. അവൻ്റെ രാത്രികളിൽ അവൻ ഉറങ്ങാതെ പഠിച്ചു. എഡിറ്റിംഗ്, സ്റ്റോറി ടെല്ലിംഗ്, വോയിസ് കൺട്രോൾ. ആരും സപ്പോർട്ട് ചെയ്തില്ല, പക്ഷെ അവൻ ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ആദ്യ വീഡിയോ 17 വ്യൂസ്, രണ്ടാമത്തെ വീഡിയോ 9 വ്യൂസ്, മൂന്നാമത്തെ വീഡിയോ കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. ഇങ്ങനെയായിട്ട് പോയി. അവൻ കരഞ്ഞു, ഫോൺ ഓഫ് ചെയ്തു, ക്വിറ്റ് ചെയ്യാൻ തോന്നി. പക്ഷേ ആ രാത്രി അവൻ്റെ അമ്മ പറഞ്ഞ വാക്ക് അവൻ ഓർമ്മ വന്നു. എന്തായിരുന്നു ആ വാക്ക്? നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഒരു ദിവസം ലോകം നിന്നെ വിശ്വസിക്കും. അടുത്ത ദിവസം അവൻ വീണ്ടും തുടങ്ങി. ഒരു മന്ത് കഴിഞ്ഞു. ഓരോ വീഡിയോവും അവനെടുത്ത് നോക്കുമായിരുന്നു. സഡൻലി ഒരു വീഡിയോ വൈറലായി. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പൂച്ചിച്ച ആൾക്കാർ അവൻ നോക്കി പറഞ്ഞു, നീയാണ് ഞങ്ങളുടെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു. നിൻ്റെ വീഡിയോ കൊണ്ടാണ് ഞങ്ങൾ ഗിവ് അപ്പ് ചെയ്യാതിരുന്നത്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഇന്ന് അവൻ്റെ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ, മറ്റുള്ളവർ പലതും പറയും, ആൾക്കാർക്ക് വേണ്ടത് സക്സസ് മാത്രമാണ്. നീ വിജയിച്ചാൽ നീ നല്ലവനാവും. നിൻ്റെ അതിനുള്ള കഷ്ടപ്പാടോ അല്ലെങ്കിൽ നീ ചെയ്യുന്ന പല കാര്യങ്ങളോ അവർക്കറിയില്ല. നീ മൊബൈൽ എഡിറ്റ് ചെയ്താലും അറിയില്ല. ഇതെല്ലാവർക്കുള്ള അവസ്ഥയാണ്. ഓക്കെ, നിൻ്റെ വിജയത്തിലുള്ള കഷ്ടപ്പാട് അറിയില്ല, നിനക്ക് മാത്രമേ അറിയുള്ളൂ. അത് നീ മനസ്സിലാക്കുക. നിന്നിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദൈവം നിൻ്റെ വിധി നീ ആഗ്രഹിച്ച പോലെ എഴുതുന്നതായിരിക്കും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നീ ഗിവ് അപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും സക്സസ് നിന്നിലേക്ക് എത്താൻ പോകുന്നില്ല. ഇവിടെ ഈ പറഞ്ഞ വ്യക്തി ഗിവ് അപ്പ് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ കണ്ടൻറ്റ് ആരും ഷെയർ ചെയ്യില്ലായിരുന്നു, അവൻ ആഗ്രഹിച്ച പോലെ ജയിക്കില്ലായിരുന്നു. ഗിവ് അപ്പ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ വിജയം കാണാൻ സാധിക്കും. അത് വെച്ച് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും വിജയം വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. താങ്ക് യു.